ഹലോ, എല്ലാവർക്കും എൻ്റെ തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ആരോഗ്യമായ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒരു ഹെൽപ്പ് എന്ന നിലക്ക് ലൈക്കും ചെയ്യണം. ഓക്കെ. ആദ്യമായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുകയാണ്. ഈ തൈര് എന്തിനാണ് ഒഴിക്കുന്നത് വെച്ചാൽ നമ്മളിതിലേക്ക് ഈ വാഴക്കൂമ്പ്, ഞങ്ങൾ വാഴക്കൂമ്പ് എന്നും പറയും, മാണിത്തട്ടാന്നും പറയും കേട്ടോ. അപ്പോൾ അത് ഇതിൽ അരിഞ്ഞിട്ടാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ നാച്ചുറൽ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു വെള്ളം മാത്രമാണെങ്കിൽ അത് കറുപ്പ് കളറായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇത് നന്നായി ഇളക്കി ഇതിൽ ലയിപ്പിക്കണം. ഉപ്പും തൈരും കൂടി ലയിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് വാഴക്കൂമ്പ് അരിഞ്ഞിടും. ഓക്കെ. ഇത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ പോളകളൊക്കെ പുലിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഈ കൈമലൊക്കെ കറുത്ത കളറ് കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈമ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞാൻ 4 വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തുള്ളത് കംപ്ലീറ്റ് നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട് ഈ വൈറ്റ് കളർ വരണം കേട്ടോ, നല്ല അടിയിലത്തെ, അല്ലെങ്കിൽ കൈപ്രസം ഉണ്ടാവും. ഇനി ഇത് അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം കുറച്ച് നേരം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക്. കടുക് നന്നായി പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ്, അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും വറ്റൽമുളകും എല്ലാം നടക്കും. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി സവാള ഇട്ട് കൊടുക്കും. ഇതുവരെ സവാള കേട്ടോ, വരണം, വലിയ ഉള്ളി വരണം. സവാളയുടെ പച്ചമണം മാറിയാൽ നമ്മൾ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട്. വാഴക്കൂമ്പ് നമ്മൾ ഇത് വാര വെച്ചതാണ്. വെള്ളം ഒഴിക്കില്ല, അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കും. വേവട്ടെ, മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കാണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു മുറി തേങ്ങയും കുറച്ച് പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അരച്ചിട്ട് ഇതിലൊഴിക്കും. ഈ അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അരപ്പൊന്ന് വേവട്ടെ. തേങ്ങ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയുടെ ഇലയാണ്, മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുക. സ്പെഷ്യൽ ഐറ്റമാണ്. അത് നന്നായി മിക്സ് ആക്കണം ഇതിൽ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമ്മുടെ വാഴക്കൂമ്പ് മുരിങ്ങയില തോരൻ ഇതാ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.